എല്ലാവർക്കും ഒരിക്കൽ കൂടി യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഫിൻനിഫ്റ്റിയിൽ ഇന്ന് ഓപ്ഷൻ ചെയ്തപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു പ്രോഫിറ്റ്, ചെറുതായാലും വലുതായാലും പ്രോഫിറ്റ് തന്നെ, അങ്ങനെ ചെറുതെന്ന് പറയാൻ പാടില്ല എങ്കിൽ പോലും ഒരു 858 രൂപ പ്രോഫിറ്റ് ലഭിച്ചു. അതിൻ്റെ ലോജിക്ക് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ കാണുന്നതാണ് ഫിൻനിഫ്റ്റിയുടെ ചാർട്ട്. നമുക്കിവിടെ നോക്കിയാലേ ഫിൻനിഫ്റ്റി നേരെ ഒരു വലിയ ക്യാൻഡിൽ വന്നു, താഴ്ന്നു, അതിനുശേഷം ഒരു കൺസോളിഡേഷൻ ഏരിയ കണ്ട, ഇവിടെ നോക്കിയാൽ കാണാം ഒരു കൺസോളിഡേഷൻ ഏരിയ. അതിനുശേഷം ഒരു വലിയ ക്യാൻഡിൽ ഫോം ചെയ്തു ഇവിടെ. അപ്പോൾ ഈ റെസിസ്റ്റൻസുകൾ നമുക്കിവിടെ നോക്കിയാലാണ് ഇവിടെ റെസിസ്റ്റൻസുകൾ ഉണ്ടായിരുന്നു, അത് ബ്രേക്ക് ചെയ്തിട്ട് വലിയ ക്യാൻഡിൽ വന്നു. അപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ ഇവിടെ വെച്ചിട്ടാണ് 21,350 ഫിൻനിഫ്റ്റിയുടെ കോള് മേടിക്കുന്നത്. അപ്പോൾ അത് വലിയ പ്രോഫിറ്റിലേക്ക് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. കാരണം എന്താ, ഓപ്പൺ ഇൻട്രസ്റ്റ് ഡൗൺ ഉണ്ട്, പിന്നെ മൊത്തത്തിൽ മാർക്കറ്റ് ഒരു ഡൗൺ സിറ്റുവേഷനിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ചെറിയ പ്രോഫിറ്റ് നമുക്ക് കിട്ടാവുന്ന പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നാണ് ഇതിൽ അഭികാമ്യമുള്ളത്. അപ്പോൾ ഒരു ചെറിയ 3 ലോട്ടാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ചെറിയൊരു പ്രോഫിറ്റ് കിട്ടിയപ്പോൾ ഞാൻ മാറി. പിന്നെ ഇനി അടുത്ത ഇതിൻ്റെ ഓപ്ഷൻ്റെ ചാർട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇതാണ് 21,350 ഓപ്ഷൻ്റെ ചാർട്ട്. ഈ ചാർട്ടിൽ നോക്കി ഇവിടെ നമുക്കൊരു നാരോ റേഞ്ച്, ഒരു കൺസോളിഡേഷൻ ഏരിയ തന്നെ ഇവിടെയും മനസ്സിലായി. അതിനുശേഷം ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി. ഇവിടെ ബ്രേക്ക് ചെയ്ത സമയത്ത് നമുക്കിവിടെ VWAPന് മുകളിലാണിത്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ഒരു സ്കാൽപ്പിൻ്റെ രീതിയിൽ ഒരു 3 ലോട്ട് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് കിട്ടിയപ്പോൾ അത് വിറ്റുമാറി എന്ന് മാത്രം. അത് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് മോഡിഫൈ ചെയ്തോ വലിയ പ്രോഫിറ്റിലേക്കൊന്നും നിന്നില്ല. കാരണം മൊത്തത്തിൽ മാർക്കറ്റ് ട്രെൻഡ് ഡൗൺ ആണ് മൊത്തത്തിൽ. പിന്നെ ഓപ്പൺ ഇൻട്രസ്റ്റും ഒരു അപ്സൈഡിൽ. അപ്പോൾ ഒരു സ്കാൽപ്പ് രീതിയിൽ നമ്മൾ ഒരു ചെറിയ ബ്രേക്ക് ഔട്ട് കിട്ടുമ്പോൾ അതിൽ നമ്മൾ മേടിക്കുക, അപ്പോൾ തന്നെ വിറ്റുമാറുക എന്നുള്ളത് ഈ മാർക്കറ്റിലുള്ള അഭികാമ്യമുള്ളത്. അപ്പോൾ ഇത്രയുമാണ് പ്രോഫിറ്റ് കിട്ടാനുള്ള ഒരു ലോജിക്ക്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.